ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി കുറേ നാളായി, അതായത് ഏകദേശം ഒരു മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഐഫോൺ 17 Pro Maxൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ തരുമോ? അപ്പോൾ നമുക്ക് 17 Pro Maxൻ്റെ റിവ്യൂ. ഗൈസ്, ഞാൻ പെട്ടി കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പെട്ടി കാണിച്ചിട്ട് ഒരു റിവ്യൂ പറയാം. ഗൈസ്, ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഡിസൈൻ. എല്ലാ ഐഫോണിനെയും സംബന്ധിച്ച് ഐഫോൺ പുതിയൊരു ഡിസൈനാണ് ഇപ്പോഴത്തെ 17-ലൊക്കെ കൊണ്ടുവന്നത്. അപ്പം എക്സ്പെഷ്യലി ഇതിൻ്റെ ഡിസൈൻ യുണീക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നു നമ്മുടെ ഉള്ള ഫോൺ. പിന്നെ വേറൊരു പരിപാടി വന്നത് എനിക്ക് അത് കോമഡി സംഭവമാണ്. അതായത് ഞാൻ 17 Pro Max എടുത്ത് ഇതിൻ്റെ കേസ് കുറച്ച് സ്ഥലത്ത് അന്വേഷിച്ചു. കാരണം എനിക്ക് നല്ല കേസ് കിട്ടില്ലെങ്കിൽ എനിക്ക് സൂഹിക്കത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ കേസൊക്കെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ പോയപ്പോൾ ഒരുത്തിനോട് 14-ൻ്റെ കേസ്, അതായത് 17 Proയുടെ മോഡലിൽ കേസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് ഇട്ടിട്ട് 14 Proയിൽ അല്ല 14-ലാണോ 14 Proയിലാണോ അതിലേക്ക് അവൻ ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഒറ്റടി കാണുമ്പോൾ അവനും 17 Pro. ഓ ഷിറ്റ്! എന്തായാലും ആ ഒരു ഇന്നോവേഷൻ, ആ ഒരു വളർച്ച എന്തായാലും അഭിനന്ദിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി പ്ലാറ്റിനം ആണ്. അപ്പം പ്ലാറ്റിനം അല്ലല്ലോ, അലൂമിനിയം ആണ്. സോറി ഗൈസ്, ഇതിൻ്റെ ബോഡി അലൂമിനിയം ആയതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആണ്. ഒത്തിരി ഹീറ്റൊന്നും വരുന്നില്ല കേട്ടോ. മറ്റേ ഹീറ്റ് സിസ്റ്റം അടിപൊളിയായിട്ടുണ്ട്. കാരണം ഞാൻ BGM ഒക്കെ കളിക്കുന്നതുകൊണ്ട് ഒത്തിരി ചൂടും കാര്യങ്ങളും ഇല്ല. പിന്നെ കയ്യിൽ വലുപ്പം കുറച്ച് കൂടുതലായി, കാരണം പ്രോ സീരീസ് ആയതുകൊണ്ട് കുറച്ചുകൂടി വലുതായതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം കയ്യിൽ വെച്ചാൽ ഒന്ന് കൈ അടയ്ക്കും. ആ ഒരു സീൻ ഉണ്ട്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും ഇതിൽ അലുമിനിയം ബോഡി ആയതുകൊണ്ട് ചളങ്ങുന്ന പരിപാടിയാണ്. എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞ് ചളങ്ങുന്ന കുറേ കംപ്ലൈൻറ്റ്സ് കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. ഇനി അടുത്തത് ഡിസ്പ്ലേ എക്സ്പീരിയൻസ്. അതായത് ഓക്കെ, ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ സ്ക്രീനൊക്കെ വെറുതെ സ്മൂത്താണ്. അതായത് സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യാൻ, എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമൊക്കെ വെറുതെ തോണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലിങ്ങനെ മുഴുകി കിടക്കും. അപ്പം ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്നൊന്നും ഒരു നെഗറ്റീവ് എനിക്ക് പേഴ്സണലി പറയാനില്ല. പണ്ട് എൻ്റെ മുമ്പത്തെ ഫോൺ IQ ആയിരുന്നു, IQ Neo 6. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ ഐഫോണിലോട്ട് മാറിയത്. അപ്പം ആൻഡ്രോയിഡ് ഐഫോണിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു വ്യത്യാസം, കാരണം വൈഫിൻ്റെ ഫോണ് 40 ആണ് ഐഫോൺ. പക്ഷേ എന്നിരുന്നാലും ഞാൻ അതത്ര യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഇതിന്ന് ഇങ്ങോട്ടൊരു ചേഞ്ച് വന്നപ്പോൾ നമുക്ക് ആ സ്മൂത്ത്നെസ്, കാരണം നമ്മൾ എവിടെ തൊടുന്നു അവിടെ നമുക്ക് സംഭവങ്ങൾ കിട്ടുന്ന പോലെ നമ്മൾ കീപാഡൊക്കെ ടക്ക് 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 സ്മൂത്ത്നെസ്സൊക്കെ വെറുതെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ കാണാനും റീല് കാണാനാണെങ്കിലും സിനിമ കാണാനാണെങ്കിലും മൊത്തത്തിൽ ഡിസ്പ്ലേയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ പറയാനുള്ളത് പെർഫോമൻസ് ആണ്. ചെരുപ്പ് ഉരുപ്പ്. പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ എടുത്ത് പറയണ്ട, കാരണം അടിപൊളി പെർഫോമൻസ് ആണ്. കാരണം എനിക്കിതിനെപ്പറ്റി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷേ ഞാൻ BGM കളിച്ചപ്പോൾ വെറുതെ ഒഴുകുകയായിരുന്നു. ഇതൊക്കെ കുറച്ച് മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പണ്ടേ കോങ്കർ അടിച്ചതിനെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസൊക്കെ വെറുതെ ഹൈ ഇതിൽ എന്താ പറയുക, നമ്മളൊരു 100-ൽ 100 കൊടുക്കാവുന്ന ലെവലിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഗൈസ്, പിന്നെ പറയാനുള്ളത് ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ക്യാമറ. വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ എന്തെങ്കിലും കണ്ട് നമ്മളൊരു വീഡിയോ എടുത്തതിന് അതിങ്ങനെ ഒപ്പി വെക്കത്തില്ലേ, അതേ മൂഡാണ് ക്യാമറയുടെ ഭാഗത്തുനിന്ന്. ക്യാമറ കുറേ മോഡുണ്ട്. സിനിമാറ്റിക് മോഡുണ്ട്, സാധാരണ നോർമൽ വീഡിയോ. സിനിമാറ്റിക് മോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സീൻ, കാരണം നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല. പിന്നെ നോർമൽ ക്യാമറയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഓരോ മോഡ്, പിന്നെ അതിൽ തന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് തരുന്ന സാധനങ്ങൾ, ഫോട്ടോസ് ആണെങ്കിലും പഴയതിനെ വെച്ച് ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്.
പിന്നെ ഇതിൽ ഡേ ലൈറ്റ് ഫോട്ടോസ്, നൈറ്റ് മോഡ്, പിന്നെ പോർട്രേറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പക്ഷെ നൈറ്റ് മോഡൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നൈറ്റ് മോഡ് നല്ല വ്യത്യാസമുണ്ട് നമുക്ക് ഓരോ ഫോട്ടോസ് കാണുമ്പോൾ. പിന്നെ പറയേണ്ടതാണ് ബാറ്ററി ലൈഫ് എന്ന് വെച്ചാൽ അത്യാവശ്യം ബാറ്ററി ലൈഫ് ഉണ്ട്. കാരണം നമ്മൾ ഹെവി യൂസ് ഒന്നും അല്ലെങ്കിൽ എനിക്കൊരു ദിവസം ഫുൾ ഡേ കിട്ടുന്നില്ല. നമ്മൾ ഭയങ്കര യൂസും ഫോട്ടോഗ്രാഫിയും ഗെയിമിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ ചാർജ് ചെയ്തിട്ട് നമ്മളൊരു നൈറ്റൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് കുത്തിയിടേണ്ടി വരും. പക്ഷേ നോർമൽ യൂസൊക്കെ ആണെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ ഒരു സെക്കൻഡറി ഫോൺ ആയതുകൊണ്ട്, അതായത് എൻ്റെ പ്രയോറിറ്റി യൂസ് മൊത്തം, അതായത് എന്താ പറയുക, കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ IQ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ ഒരു സെക്കൻഡറി ഫോണായിട്ടാണ് ഞാൻ 17 Pro Max കൊണ്ട് നടക്കുന്നത്. അതായത് ഫോട്ടോസും വീഡിയോസും എടുക്കാനും വ്ളോഗ് ചെയ്യാനും ഒക്കെയാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും. അപ്പം ബാറ്ററി ലൈഫ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് 35 വാട്ടിൻ്റെ ചാർജറാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സ്പീഡിൽ ചാർജും കയറുന്നുണ്ട്. ഇതുവരെ എനിക്ക് ബാറ്ററിയുടെ സൈഡിൽ നിന്നൊരു പ്രശ്നം വന്നിട്ടില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫാണ് എനിക്ക് 17 Pro Max തന്നിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് iPhone 17 Pro Max ഞാൻ ഈ ഒരു മാസം യൂസ് ചെയ്തതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ്, കുറച്ച് ദോഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കുറച്ച് ഹൈ ആണ്. നമ്മൾ ഇത്രയും വലിയ പ്രൈസിൽ നമുക്കിതിലും കുറേ ടെക്നോളജീസ് ഉള്ള ഫോൺസ്, അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ ഫോണിൽ നമുക്ക് ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളതൊക്കെ നമുക്ക് കിട്ടുന്ന പല ഫോണുകളുണ്ട്. പക്ഷേ ഓൾ ഇൻ ഓൾ എല്ലാം കൂടി ഒറ്റ ഫോണിൽ കിട്ടണമെങ്കിൽ ഐ തിങ്ക് iPhone 17 Pro Max അല്ലെങ്കിൽ iPhone ആണ് എനിക്ക് എപ്പോഴും ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, എന്തെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ഈ കാട്ടിക്കൂടെ നടക്കുന്നത് ബെല്ലേനെ കാണാനില്ല, അപ്പോൾ അവളെയും തപ്പിക്കൊണ്ടാണ് നടക്കുന്നത്. കിട്ടിയോ? അപ്പോൾ ഗൈസ്, ബെല്ലേനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ബൈ.